തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലഘട്ടം അഥവാ യുഗാന്ത്യം എന്നാൽ ലോകത്തിന്റെ അവസാനം എന്നല്ല, തിന്മ നിറഞ്ഞ പൈശാചിക ശക്തികൾ രൂക്ഷമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം അവസാനിക്കുന്നതോടൊപ്പം ദൈവരാജ്യത്തിന്റെ പൂർണ്ണത വെളിവാകുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവോടെയാണ് ദൈവരാജ്യം ആരംഭിച്ചത്. യുഗാന്ത്യം കർത്താവിന്റെ ഒന്നാം വരവിനും രണ്ടാം വരവിനും മധ്യയുള്ള അജ്ഞാത സമയത്താണ് നടക്കുന്നത്. 2 പത്രോസ് 3:10 കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നന്മയും തിന്മയും പൈശാചിക ശക്തികളും ദൈവമക്കളും അന്ധകാരത്തിന്റെ ശക്തികളും വെളിച്ചത്തിന്റെ പുത്രന്മാരും തമ്മിൽ സംഘർഷണങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകും എന്നതാണ്. 2 പത്രോസ് 3:3-4 വാക്യങ്ങളിൽ അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് അറിയണം. അതുകൊണ്ട് വിശ്വാസികൾ ജാഗരൂകരായി ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കണം. പിശാച് നിരന്തരം നമ്മെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയം വരിക്കണം. ഈ പോരാട്ടത്തിൽ വിശ്വാസികൾ ഉപയോഗിക്കേണ്ട മുദ്രാവാക്യമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1, ദൈവരാജ്യം വരണം. വിശ്വാസികൾ ദൈവഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ പുരോഗതി നടക്കുകയുള്ളൂ. 2, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം. ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാനുള്ള ആത്മീയ ഭക്ഷണം തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അത് വിശുദ്ധ കുർബാനയാണ്. അത് നിരന്തരം നമ്മെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വളർത്തും. 3, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. ദൈവരാജ്യത്തിന്റെ വരവ് ജീവിത ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാകണം. 4, ദൈവഹിതം ഭൂമിയിലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ ഹിതമനുസരിക്കുന്നവർക്ക് പിശാചിനോട് പോരാടി വിജയം വരിക്കാൻ സാധിക്കും. ഇതിന് ശരിയായ ജീവിത ലക്ഷ്യവും ദൈവകൃപയും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇതിനെ ആത്മധൈര്യത്തോടും അചഞ്ചലമായ പ്രത്യാശയോടും കൂടെ അഭിമുഖീകരിച്ച് വിജയം വരിക്കുവാൻ ഇടയാകണം. 2 തീമോഥെയോസ് 2:5 ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുവാൻ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തെ ഒരു പോരാട്ടമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൈശാചിക ശക്തികളോടുള്ള പോരാട്ടം ഹൃദയത്തിലാണ് നടക്കുന്നത്. ഇന്ന് ജനം പാപത്തെ ലാഘവ ബുദ്ധിയോടെയാണ് കാണുന്നത്. മനസ്സിനെ മതിക്കുന്ന തിന്മയുടെ ശക്തി അതിജീവിച്ച് സ്നേഹം, സമാധാനം, സന്തോഷം എന്നിവ പ്രാർത്ഥനയോടെ നേടിയെടുത്ത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് ദൈവരാജ്യ അവകാശികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.